പയ്യാമ്പലം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം. നമസ്കാരം, ഞാൻ റിജിൽ മാക്കുറ്റിയാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ പയ്യാമ്പലം ബീച്ചുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വീഡിയോ പുറത്തു വന്നിരുന്നു. അതിനകത്ത് വലിയ കമൻറ്റുകളായി വന്നത് ഈ പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെ കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിലാണ് എന്നുള്ള വലിയ തെറ്റിദ്ധാരണ ആരൊക്കെ പരത്തുന്നുണ്ട്. അതിൻ്റെ വസ്തുത ജനങ്ങൾ അറിയണം. DTPCയുടെ കയ്യിലാണ് ഈ പയ്യാമ്പലം ബീച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും. DTPC കോർപ്പറേഷന് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തന്നെ വിനോദസഞ്ചാരത്തിനും അല്ലാതെ വരുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യവും ഒരുക്കാൻ DTPC തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. പ്രത്യേകിച്ച് പയ്യാമ്പലം ബീച്ച് എന്ന് പറയുമ്പോൾ അഴീക്കോട് കണ്ണൂരും രണ്ട് അസംബ്ലി മണ്ഡലത്തിൻ്റെ കീഴിലാണ്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ MLA മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഭൂരിഭാഗം വരുന്നത് അഴീക്കോട് അസംബ്ലി മണ്ഡലത്തിൽ. അവിടെ MLA ഇടതുപക്ഷമാണ്. ഇവർ എന്ത് ചെയ്തു ഈ പയ്യാമ്പലം ബീച്ചിന് വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അഴീക്കോടിൻ്റെ ഭാഗമായിട്ടുള്ള MLA എന്ന നിലയിൽ ആ പയ്യാമ്പലം ബീച്ചിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് കോർപ്പറേഷൻ്റെ മുകളിൽ ചാരിക്കൊണ്ട് കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ ഇത്തരം ക്യാമ്പയിൻ നടത്തുന്നത് ശരിയല്ല. അവിടെ KM ഷാജി MLA ആയ സമയത്താണ് അവിടെ നടപ്പാതെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു തീർത്തത്. നിങ്ങൾ ഒന്ന് മുഴപ്പിലങ്ങാടി ബീച്ചിനെയും പയ്യാമ്പലം ബീച്ചിനെയും ഒന്ന് താരതമ്യം ചെയ്താൽ മതി. പയ്യാമ്പലം ബീച്ചിനോട് ഇടതുപക്ഷ സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. ടൂറിസം മന്ത്രിയും ടൂറിസം വകുപ്പും അവിടുത്തെ ജനപ്രതിനിധികളുമെല്ലാം തന്നെ ആ ബീച്ച് നന്നായി വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിനകത്ത് KM ഷാജി ഉണ്ടാക്കി വെച്ചതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യുന്നതിൽ അവിടുത്തെ ജനപ്രതിനിധികൾ പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്.